ശമീക മഹർഷിയുടെ മകനായിരിക്കുന്ന ശൃംഗി ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ടതിന് അദ്ദേഹം എന്ത് ചെയ്തു? ശപിച്ചു. ഇന്നേ കീഴാൽ തക്ഷണം എടുത്തു വരിക്കും എന്നുള്ള ശാപമുണ്ടായി. ആ ശാപ നിവൃത്തിക്ക് അവിടെ കൂടി വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധനായിരിക്കുന്ന സജ്ജനങ്ങൾ, മുനീശ്വരന്മാര്, ഋഷീശ്വരന്മാര്, തപസ്വികള് എല്ലാവരും പ്രദാക്ഷിണതക്രനായിരിക്കുന്ന രാജാവിന് ഇത്തരത്തിലൊരു ശാപമുണ്ടായവർക്ക് എല്ലാവരും വന്നിരിക്കുക. അപ്പൊ അവരോട് ചോദിച്ചു, എനിക്ക് 7-ാം ദിവസം മരണം സംഭവിക്കുന്നതിനുണ്ട് എന്റെ ജീവന് മുക്തി ഉണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടേക്കാണ് ശുകാചാര്യൻ വന്നത്. അപ്പൊ ആ ചോദിച്ച ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എന്റെ പിതാവും പുരാണങ്ങളുടെ കർത്താവുമായിരിക്കുന്ന വ്യാസനെ ഉപദേശിച്ച ഭാഗവതം ഉപദേശിക്കാന്ന് പറഞ്ഞിട്ട് ഉപദേശം ആരംഭിച്ചു. നമ്മള് ആയുസിന്റെ പരിണാമത്തെ പറ്റി പറഞ്ഞു, പരിമാണം, എന്റെ ആയുസിന്റെ അളവ് പരിമാണത്തെ പറ്റി പറഞ്ഞു. പിന്നീട് ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും കഥയിലേക്കാണ് വരുന്നത്. ദേവിദേവന്മാരുടെ കഥയാണ്. ദേവിദേവന്മാരാണ് പുനർജന്മം ചെയ്ത് ഹിരണ്യാക്ഷനെ ഹിരണ്യകശിപു, പിന്നീടാണ് രാവണ കുംഭകർണന്മാര് ശിശുപാല ദൈവത്തിന് 3 ജന്മങ്ങൾ തിരിച്ചു വരാൻ ഒരു ശാപമുണ്ടായി. ആ കഥയിലേക്കാണ്. നമുക്ക് ആ കഥയിലേക്ക് പോകുമ്പോ ജയവിജയന്മാർ 2 പേര് വൈകുണ്ഠത്തിന്റെ കാവൽക്കാരാണ്. വിഷ്ണു ഭഗവാന്റെ അധിവസിക്കുന്ന ഭഗവാൻ നിത്യസത്യമായിട്ട് കുടികൊള്ളുന്ന വൈകുണ്ഠത്തിന്റെ കാവൽഭടന്മാരായിട്ട് നിൽക്കുകയാണ് ജയവിജയന്മാര്. ആ ജയവിജയന്മാര് ഒരിക്കൽ ഭഗവത് ദർശനത്തിലെത്തിയ സനകാദി മഹർഷിമാരെ തടഞ്ഞു നിർത്തി. ഇപ്പോൾ പോകാൻ അവസരമില്ല, ഇപ്പോൾ കടപ്പാൻ അവസരമില്ല. അവരെ കടത്തിവിടേണ്ട, അല്ലെങ്കിൽ അവർക്ക് ദർശനത്തിന് പ്രത്യേകമായിരിക്കുന്ന അനുമതി ഉള്ളവരാണ്. ധാരാളം പേർക്ക് ഭഗവാനെ കാണുന്ന അനുമതിയുണ്ട്. അതിൽ വളരെ ചെറുന്മാരാണ് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിരിക്കുന്ന സനകാദികൾ. അപ്പൊ അതിലുള്ള സനകാദികളെ തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത്യാവശ്യമായി ഭഗവാനെ ദർശിക്കാനുള്ളതാണ്, ഇപ്പോൾ പോകാൻ അവസരം തിക്കിക്കിടക്കാൻ ശ്രമിച്ചുകൊണ്ട് ശക്തമായിട്ട് അവരെ തള്ളി മാറ്റി. എന്ത് ചെയ്തു? പെട്ടെന്നുണ്ടായ കോപത്തിന് സനകാദി മഹർഷിമാര് ആരെ ശ്രമിച്ചു? ജൈവജന്മാരെ ശ്രമിച്ചു. ജൈവജന്മാരെ ശ്രമിച്ചു. എന്താണ് ശ്രമിച്ചത്? നിങ്ങൾ നിർജ്ജരദ്വേഷികളായി തീരട്ടെ. നിർജ്ജരന്മാരെന്ന് പറഞ്ഞാൽ നിർജ്ജരന്മാര് ജരാതരകൾ ബാധിക്കാത്തവർ നിർജ്ജരന്മാര്. ജരാതരകൾ ബാധിക്കുന്നവര് ആരാ? ജരന്മാര്. അപ്പൊ നമ്മളൊക്കെ ആരാ? നിർജ്ജരന്മാരാണ്, ജരന്മാരാണ്. ഇപ്പൊ പേര് കിട്ടുന്നത് നമ്മളൊക്കെ നിർജ്ജരന്മാരായിട്ട് നടക്കുക. ഇപ്പൊ നിർജ്ജരന്മാരുടെ ദേവന്മാര്, ദേവന്മാരുടെ നിർജ്ജരദ്വേഷികളായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അസുരഭാവത്തിൽ ഇരിക്കാനിടയാവട്ടെ, അസുരന്മാരായി തീരട്ടെ എന്ന്. എവിടെയാ? ത്രിമൂർത്തികളിൽ സത്വമൂർത്തിയായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ നാമപടന്മാരായിട്ട് നിന്ന ഇവര് അധപ്പതനത്തിലേക്ക് പോയി, താഴേക്ക് പോയി അസുരഭാവത്തിലേക്ക് പോകാൻ ശ്രമിച്ചു. ഉടനെ തന്നെ ഭക്തവത്സല സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല, ഞങ്ങൾക്ക് ഇതിന് അർത്ഥം പറ്റിപ്പോയി, സനകാദികളെ കുറഞ്ഞുപോയി, ഭഗവത് ദർശനത്തിന് വന്ന അവരുടെ തടസ്സത്തിൽ ഒരു കോപിഷ്ടന്മാരെ ശമിച്ചിരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ എന്നെ വിദ്വേഷ ഭക്തിയോടുകൂടി 3 ജന്മം പ്രാർത്ഥിക്കുക, ഞാൻ 4 അവതാരം സ്വീകരിച്ച് നിങ്ങളെ തിരികെ കൊണ്ടുവന്നോളാം. ഈ ജൈവജന്മാർ 3 ജന്മങ്ങൾ എടുത്തു. ആശ്രിക ജന്മം ഏതൊക്കെയാണ്? ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു, 2ാമത്തെ ജന്മം രാവണ കുംഭകർണന്മാര്, 3ാമത് ശിശുപാല പുത്രന്മാര്. ഇങ്ങനെയുള്ള 3 ജന്മത്തിലൂടെ അങ്ങനെ 3 ജന്മത്തിലൂടെ ഇവരെ ഭഗവാൻ 4 അവതാരം സ്വീകരിച്ചോളാം. ഏതൊക്കെ 4 അവതാരം? വരാഹമൂർത്തി, നരസിംഹമൂർത്തി, പിന്നെയോ ശ്രീരാമസ്വാമി, ശ്രീകൃഷ്ണ. ഇങ്ങനെ 4 അവതാരം സ്വീകരിച്ചുകൊണ്ട് തിരികെ വരാം. ഇവര് അടുത്ത ജന്മത്തിന് വേണ്ടി, അടുത്ത ജന്മത്തിലേക്ക്, അസുര ജന്മത്തിലേക്ക് ആരെ മാതാപിതാക്കളാക്കണമെന്ന് അങ്ങനെ സങ്കല്പിച്ചവർ പോവുകയാണ്. അതിലുപദേശിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മത്തിന് അല്ലെങ്കിൽ കർമ്മവാസനകൾക്ക് ഒത്തവണ്ണമുള്ള മാതാപിതാക്കളെ തേടിപ്പോകുന്ന ജീവനാണെന്ന്. നമുക്കിഷ്ടമുള്ളവരാണ് നമുക്ക് മക്കളായിട്ടൊന്ന് പ്രവർത്തിക്കുന്നത്. ആണോ? നമുക്കിഷ്ടമുള്ളവരാണ് നമ്മുടെ മക്കൾ. നമ്മൾ സെലക്ട് ചെയ്തെടുക്കാമോ?
നമുക്ക് നല്ലത് നോക്കിയെടുക്കാറ് അല്ലേ? ഒരു കുഴപ്പമില്ലെന്ന് നോക്കിയെടുക്കാറ്. നമ്മളല്ല സെലക്ഷൻ അല്ലെ? ജീവന്മാരാണ് തങ്ങളുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ചുള്ള മാതാപിതാക്കളെ കണ്ടെത്തി അവരിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവർ നോക്കിയപ്പോ ഇവർക്ക് പിതാവായിട്ട് തീരുമാനിച്ചവര് കണ്ടെത്തി വരാൻ അറിയുമോ? പ്രജാപതിമാരിൽ ശക്തനായിരിക്കുന്ന കശ്യപ പ്രജാപതിയെ പിതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. അവരൊക്കെ അതിഥി ദിതി, അല്ലെങ്കിൽ ദിതി അതിഥി, 2 പേര്. അതിൽ ദിതിയെ മാതാവാക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കല് സന്ധ്യോപാസനയ്ക്ക് തയ്യാറെടുക്കുന്ന കശ്യപ പ്രജാപതി. സന്ധ്യോപാസിക്കുന്നത് എന്താ? സന്ധ്യ ഉപാസിക്കുന്നത് എങ്ങനെയാ? എത്ര സന്ധ്യകളുണ്ട് നമുക്ക്? സന്ധ്യകൾ എത്രയാണ്? 3 സന്ധ്യ. ത്രിസന്ധ്യ അല്ലേ? പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഇങ്ങനെ സന്ധ്യാവേളയിൽ ഒരിക്കല് കശ്യപ പ്രജാപതി പൂജാമുറിയൊക്കെ പരിസരത്തിൽ തയ്യാറാക്കി ശുദ്ധമാക്കി വിളക്ക് കൊളുത്തി നാമം ജനിക്കാനുള്ള ഒരുക്കം തയ്യാറെടുക്കുന്ന അതാണ് സന്ധ്യാവാസന. നമ്മൾ ചെയ്യുന്നത്. വാസനയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഭാര്യമാരൊരാളായിരുന്നു ദിതി എന്ന് പറഞ്ഞു. ദിതി എന്താ പറഞ്ഞേ? സന്ധ്യാവാസനയ്ക്ക് തയ്യാറെടുക്കുന്ന ദിതി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ദിതിക്കിടയിൽ അത്യാഗ്രഹം തോന്നുന്നു. എനിക്കിപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാണ്, എനിക്ക് ഇപ്പോൾ ദിതിക്രീഡ ചെയ്യാൻ അത്യാഗ്രഹം തോന്നുന്നു. ഇപ്പോൾ എന്താ പറഞ്ഞു? അത് ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? സന്ധ്യാവേളയെങ്കിൽ ഇക്കോട്ട് അനാചാരങ്ങളെ ചിന്തിച്ചിരുന്നു നീ അറിയാനില്ലല്ലോ, പാർക്കണം കുറഞ്ഞെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അല്പസമയം ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ക്ഷമിക്കാതെ ചെയ്തു. നിർബന്ധമായി സംയോഗം ഏർപ്പെടുവാൻ കശ്യപനെ നിർബന്ധിച്ചു. നിവൃത്തിയില്ലാതെ ആ ഒരവസരത്തിൽ ആ സന്ധ്യാവേളയിൽ ആ സന്ധ്യോപാസന നിർത്തിവെച്ചുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വന്നു. നിർബന്ധപൂർവ്വം ആർക്ക്? കശ്യപ പ്രജാപതി. അങ്ങനെ ഗർഭാധാനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ തന്നെ ഘോരമായിരിക്കുന്ന ദേവാലയ ഇടിമിന്നലും ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുന്നതായി. അപ്പോൾ ദേവന്മാരെല്ലാം ബ്രഹ്മദേവനോട് ചോദിച്ചു, എന്താണ് ഈ ഭാവപ്രകൃതിക്ക് കാരണം? അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ജൈവികന്മാര് പുതിയ അസുരജന്മം സ്വീകരിക്കാൻ പോകുന്നതിന് അസുരജന്മം സ്വീകരിച്ച മുഹൂർത്തമാണ് ഈ സന്ധ്യാവേള. ഇനിയും അവർ എന്തൊക്കെ ദുരന്തങ്ങളാണ് അവര് ജനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗർഭത്തിലേക്ക് വന്നതിന്റെ തന്നെ ലക്ഷണമാണ്. ഭൂമിയിൽ അനേകം ദുരന്തങ്ങൾക്കും ദുഃഖങ്ങൾക്കൊക്കെ കാരണമായി തീരുന്ന അവസ്ഥയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ദിതിയുടെ ഗർഭത്തിൽ ആ ഗർഭം പൂർത്തീകരിച്ച് 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകിയിരുത്തി കശ്യപന്റെ മക്കളായിട്ട്. അതൊക്കെയാണ് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപൂൻ. ഒരു ശക്തന്മാരായിട്ട് അനേകം വരങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാ ദേവതാഭാവങ്ങളെയും വെല്ലുവിളിച്ചു. മനുഷ്യരെയും അസുരന്മാരെയും ദേവന്മാരെയൊക്കെ ജയിച്ച് തങ്ങളുടെ ശക്തി പ്രബലമാക്കി. ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇവരോട് യുദ്ധം ചെയ്യാൻ ഒറ്റയാളുമില്ല, ഒരാളും തയ്യാറാവുന്നില്ല. അത്ര ഭീകരന്മാരാണ് ഇവർ. ഇവർക്കൊന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ വലിയ വൃക്ഷങ്ങളോടും ഉയർന്നു വരുന്ന തിരമാലകളോടും ഒക്കെയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. ഇത്തരത്തിലാണ് അവര് ഇങ്ങനെ ലോകത്തെ മുഴുവൻ കിട്ടുകിട്ടാൻ ഉറപ്പിച്ച് ഇങ്ങനെ ജീവിക്കുക. ഒരിക്കൽ നോക്കിയിട്ട് അഹങ്കാരമൊക്കെ മതം പറ്റി എന്ത് ചെയ്തു? ഭൂമി ദേവിയെ എടുത്തിട്ട് കൈയെടുത്തുകൊണ്ട് ഹിരണ്യാക്ഷൻ പാതാളത്തിൽ കൊണ്ടുവച്ചു. ഭൂമി ദേവി ഉറപ്പ് നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ചത് ചെയ്തു? ഭൂമിയുടെ ഭർത്താവായിരിക്കുന്ന ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണു. വിഷ്ണുവിന്റെ ഭാര്യമാരാണ് ലക്ഷ്മിയും ഭൂമി. ഭൂമി ദേവിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി എന്ത് ചെയ്തു? ഭഗവാൻ അന്ന് രക്ഷണിച്ചത് ഭഗവാൻ തന്റെ രൂപത്തിലൊരു മാറ്റം വരുത്തി. ശിരസിന് മുകളിൽ ഒരു പന്നിയുടെ ഏറ്റവും ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് ചക്രചക്രധാരിയായിട്ട് ഭഗവാൻ വരാഹമൂർത്തിയോട് ശക്തമായി യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഇടയ്ക്കാണ് ചെയ്തു? ചിറക് വെച്ച് പറന്നു പോകാൻ നോക്കി. ആര്? ഹിരണ്യാക്ഷൻ. ഭഗവാന് ചെറുതുള്ള പന്നിയായി തീർന്നു, ഭൂണിയായി തീർന്നിട്ട് ശക്തമായി യുദ്ധത്തിന്റെ അവസരം എന്തിനു പറയുന്നു? തേറ്റുകൊണ്ട് കീറി ഹിരണ്യാക്ഷനെ വധിച്ചു. കഥ ഭാഗവത് പറഞ്ഞ കഥ ഏതാണ്? ഭാഗവത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അകൃതത്തിലൂടെ കണ്ടില്ലേ? കൗതൂഹലം മനസ്സി മറ്റൊന്ന് വിക്രനഹി വേദാന്ത സാരം. അത് ഭാഗവതം. അപ്പൊ വേദാന്ത സാരം പറയാനാണ് കഥ പറഞ്ഞത്. അപ്പൊ കഥയാണോ ഭാഗവതം? അല്ല. ഇതിന്റെ തത്വത്തിലേക്ക് നോക്കുന്ന പെട്ടെന്ന് പോയിട്ട് വരാം അല്ലെ? അപ്പൊ ഹിരണ്യാക്ഷൻ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്ന് പറയും.
അക്ഷീണിച്ച കണ്ണ് അല്ലേ, സ്വർണ്ണത്തിൽ കണ്ണുകളുണ്ട്, സ്വർണ്ണ കണ്ണുകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പ്രതീകാത്മകമായിട്ട് ആചാര്യന്മാർ, ഗുരുനാഥന്മാർ ആ ഹിരണ്യാക്ഷന്റെ ഭാവത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ എന്ന ഭാവത്തെ. എന്താണ് ഞാൻ ഭാവം? ഈ ഞാൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് വെളിയിൽ കാണാൻ പറ്റുമോ? ഞാൻ നിൽക്കുന്നു, ഭീകരനായിട്ട് ഞാൻ നിൽക്കുന്നു പറയാൻ പറ്റുമോ? ഹിരണ്യാക്ഷൻ ഭീകരനാണ്, അയാള് എല്ലാ ഈശ്വരീയതയും വെല്ലുവിളിക്കുന്നയാളാണ് അല്ലെ. അസുരന്മാരെയും ദേവന്മാരെയും മനുഷ്യരൊക്കെ ജയിച്ച് എല്ലാത്തിനും പതിയായിട്ട് നിൽക്കുകയാണ്, എല്ലാത്തിനും മുകളിൽ നിൽക്കുകയാണ് ഹിരണ്യാക്ഷൻ. എല്ലാവരും ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഹിരണ്യാക്ഷനാണ് വധിച്ചത്. ആ ഞാൻ ഭാവം അത്ര ഭീകരമാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. ഈ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഭാവം ഉണ്ടോ? നമുക്കൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ ആചാര്യനാണ്, ഞാൻ ഇന്നയാളാണ് അല്ലേ, ഞാൻ മന്ത്രിയാണ്, ഞാൻ MLA ആണ്, ഞാൻ വാർഡ് മെമ്പറാണ്. ഞാൻ ഇന്നയാളാണ് എന്നൊക്കെ പറയും അല്ലേ. ശരിയല്ലേ? ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥരിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. അവിടെ അദ്ദേഹത്തിന് ഓർമ്മയാണ്. ഒരു സന്ധ്യയുമ്പോഴാണ് ഞാൻ ഭാവം കൊണ്ട് മറ്റുള്ളവരുടെ മുകളിൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് എത്ര പേർക്ക് വിഷമകരമാകും നമ്മുടെ ആ ഞാൻ ഭാവം എന്ന് നമ്മൾ അറിയുന്നില്ല. ശരിയല്ലേ? ആണോ? ശരിയാണോ? ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ടല്ല. ഈ ഞാൻ എന്ന് പറയുന്ന ആള് പ്രവർത്തിക്കുന്ന എപ്പോഴാണ് നമുക്ക് അറിയില്ല. ആ ഞാനാണ് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞത്. ആ ഞാൻ ഭാവം അത്ര ഹീനമായതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും ഹീനമായിരിക്കുന്ന ഒരു ജീവിയുടെ രൂപം ധരിച്ചു. പന്നി എന്ന് പറയുന്നത് നമ്മള് വളരെ പെറ്റായിട്ട് വളർത്തുന്നതാണോ? എരുമയായിട്ട് വളർത്തുന്ന ഒരു ജീവിയാണോ? ആണോ? കഴിക്കുന്ന എന്താ ആഹാരം? വിസർജ്യ വസ്തുക്കളും മലിന വസ്തുക്കളും ഒക്കെ ഭക്ഷണമാക്കുന്ന ഒരു ജീവി, മലിനമായിരിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ഒരു ജീവി. പക്ഷേ ഇതിന്റെ ഒരു ഗുണത്തെ മാത്രമാണ് നമ്മളിപ്പോ ആചാര്യ സ്വീകരിച്ചത്. പന്നിയെ നമ്മള് ഹീനമായിട്ട് കാണുന്ന അനേകം പേരുണ്ട്. നമ്മുടെ ആചാര്യൻ പൂജനീയമാക്കി വരാഹമൂർത്തയെ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ തത്വം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ഈ പന്നി? ഇവിടെ കുറച്ച് വിസർജ്യ വസ്തുക്കളും നല്ല വസ്തുക്കളും കഴിക്കുക. ഒരു പന്നിക്കൂട്ടം വന്നത് കഴിച്ചിട്ട് പോയാൽ, അത് ഭക്ഷണമാക്കിയിട്ട് പോയാൽ ആ പ്രദേശം എന്തായി? അത് ആ അഴുക്കിടുന്ന സ്ഥലം എന്തായി? ശുദ്ധമായില്ലേ? ഇത് തന്നെയാണ് ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഈ മുഴുവൻ പന്നിയുടെ രൂപമല്ല. ആണോ? 20 വരാഹത്തിൽ വരുന്നതിനാണ് ശിരസ് വരെയുള്ള കഴുത്ത് വരെയുള്ള ഭാഗം ശങ്കരചക്ര കഥാപ്രധാനിയായിരിക്കുന്ന വിഷ്ണു ഭഗവാനും മുകളിൽ ഏറ്റവുള്ള പന്നിയുടെ രൂപം. പന്നി നമ്മൾ സ്വീകരിക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ അഴുക്കുണ്ട്. എവിടെയാ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അഴുക്കല്ല, ആഴുക്കല്ല. പിന്നെയോ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തി അഴുക്കുണ്ട്. നമുക്ക് ഉണ്ടോ? ഇല്ല. ചിന്തയിൽ അഴുക്കുണ്ടോ? ചിന്തയിൽ അഴുക്കുള്ളതെന്താ? വാക്ക് അങ്ങനെ വരുന്നത്. അതാണ് വാക്കുകളായിട്ട്, ചീത്ത വാക്കുകളായിട്ട്, മോശം വാക്കുകളായിട്ട് വരുന്നത്. മറ്റൊരാളിനെ ദുഃഖിപ്പിക്കുന്ന, ദ്വേഷിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വാക്കുകളായിട്ട് വരുന്നത് ആദ്യം ചിന്തയിലേ വരുന്നത്. പിന്നെ മോശം പ്രവർത്തനങ്ങളായിട്ട് വരുന്ന നമ്മുടെ പ്രവൃത്തി. അപ്പൊ ഇവിടേക്കുള്ള അഴുക്കുകളെ ഈ പന്നി വന്നിട്ട് ആഹാരമാക്കി പോകുമ്പോൾ നമ്മൾ ശുദ്ധമായി. ആ വരാഹമൂർത്തിയെ ആശ്രയിക്കുന്ന നമ്മൾ നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയിലെ അഴുക്കുകളെ ശുദ്ധമാക്കി സ്വയം ശുദ്ധമായി തീരുന്നു. ശരിയല്ലേ? ഇതിനാണ് പിന്നെ നാരായണനെ സ്വീകരിക്കണം അല്ലെ? എതിർക്കുന്നു. ആ ഞാൻ ഭാവത്തെ ഇല്ലാതാക്കി വരാഹം അല്ലെ? വരാഹം തന്നെ പറഞ്ഞേ, വരാഹമൂർത്തി എന്നാ പറയുന്നത്. ആ വരാഹം തിരിച്ചു പറഞ്ഞു നോക്കിയ നിങ്ങൾ. ഞാൻ വന്ന ദിവസം പറഞ്ഞു ഒന്ന് പഠിച്ചിട്ട് വരണം. അതെങ്കിലും കിട്ടിയോ? വരാഹം ഹം രാ വാ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? അത് 2 വാക്കുകളാണ്. വരാഹം അഹം വരാ. കണ്ടില്ലേ? കൂടുതൽ തിരിച്ചു പറഞ്ഞിരിക്കുക. അന്വേഷിക്കുന്നതിന് മാത്രം കണ്ടെത്തക്കൊണ്ട് ഗുരുദാസൻ വെച്ചിരിക്കുക. വരാഹം അഹം വരാ. വരാന്ന് പറഞ്ഞാൽ വരണമെന്നാണോ വരരുതെന്നാണോ? വരരുത്. അഹം ബുദ്ധി വരരുത്. അതെന്നാണ് ഹരിനാമകീർത്തനം പറഞ്ഞത്. ആനന്ദ ചിന്മയ
ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായി വേണം തോന്നുന്നതാകിൽ അഖിലം ഞാനെന്ന് തോന്നേണമേ വരദ നാരായണായ നമഃ. അപ്പൊ ഞാൻ ഭാവത്തെ ഇല്ലാതാക്കുകയാണ് ഹിരണ്യാക്ഷരത്തിലൂടെ വരാഹമൂർത്തി ചെയ്തത്. എന്നിട്ട് നമ്മൾ നാരായണ സ്വരൂപത്തെ സ്വീകരിക്കണം. പതിയെ നമ്മൾ സ്വീകരിച്ചതിന് അഴുക്കല്ല കൊടുക്കുന്നത് ശുദ്ധമാണ്. ഒന്നാം ദിവസം നമ്മളെ വെളിപ്പാട്ട് ഭാഗവത്തിലൂടെ ശുദ്ധമാക്കുകയാണ്. പുറമെയുള്ള അഴുക്കെല്ലാം ഭക്ഷിച്ച് ശുദ്ധമാക്കി. ശുദ്ധമായോ? വരാഹമൂർത്തി വന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെ വരാഹമൂർത്തി വന്നിട്ട് എന്താ ചെയ്തത്? ഹിരണ്യാക്ഷനെ ഏറ്റവും കീറി കൊന്നു ഇല്ലാതാക്കി കളഞ്ഞു. നമ്മുടെ ഉള്ളിലെയും അഹംബുദ്ധിയെ അഹംഭാവത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. ഇല്ലാതായോ? ഇല്ലാതാവുമോ? കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞാൽ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഹംബുദ്ധി വീണ്ടും വരും. ഈ ആള് ഭീകരനായിരിക്കുന്ന ഒരാളായിട്ട് ഒരു അസുരനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന വെളിയിൽ നോക്കി കാണുക. ഈ ഞാൻ ഭാവത്തെ എവിടെയാണ് ഇരിക്കുന്നത്, എപ്പോഴാണ് ഇയാൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെന്ന് അറിയില്ല. അത് നമ്മൾ ബോധ്യപ്പെട്ട് എന്റെ ഞാൻ ഭാവത്തെ കൊണ്ട് അതാണ് ചിത്രസ്വാമി പറഞ്ഞേ വാക്കുവിനും പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ആർക്കും എന്നിൽ നിന്ന് ഉപദ്രവം വരാതിരിക്കണം. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾക്ക് ദുഃഖം ഉണ്ടാവാൻ ഇടയാവരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. പ്രാർത്ഥിച്ചാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. ഭാഗവത് പറയുന്നതാണ് ശ്രവണം മനനം നിത്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടത്തേക്കാണ് ഭാഗവത് സാർത്ഥകമാവുന്ന അർത്ഥവത്താവുന്നത്. അതിനാണ് നമ്മൾ ഭാഗവത് പഠിപ്പിക്കുന്നത്. ഹിരണ്യാക്ഷൻ ഒരു അസുരനുണ്ടായിരുന്നു, അയാളെ പരാഗമൂർത്തി ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഭാവം അഹംബുദ്ധി ഇല്ലാതാവണമെന്ന് പഠിക്കും.